ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടത്താനായി പ്ലാനിങ് ഉണ്ടോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ശത്രുക്കൾ. ഓക്കേ, ഇതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശത്രു ഇപ്പോൾ അകത്ത് തന്നെ ഉണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുമായിട്ട് കണക്ഷൻ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഒരു രീതിയിലും ബന്ധമില്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ശത്രുസ്ഥാനം വെച്ച് പുലർത്തുന്ന ആളുകൾ ഉള്ളത്. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ സകല കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ എന്താ പറയുക, ഡ്രസ്സിങ് വരെ, വസ്ത്രധാരണ രീതി വരെ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം A to Z നിങ്ങളെക്കാളും കൂടുതൽ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വസ്ത്രം, ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ, മിററിൻ്റെ മുമ്പിൽ എന്താ പറയുക, നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ മിററിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള യഥാർത്ഥ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണിച്ചു തരും. പക്ഷെ മിറർ കാണിച്ചു തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനമുള്ള വ്യക്തി ടോട്ടൽ A to Z കാര്യങ്ങൾ വാച്ച് ചെയ്ത് മെമ്മറിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഈ ശത്രുസ്ഥാനത്തുള്ള വ്യക്തിനെ പോലെ അത്രയും ചിന്തിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടൂ എന്നുള്ളൊരു ടെൻഷൻ അല്ലല്ലോ. നിങ്ങൾ എന്താ പറയുക, രക്ഷപ്പെട്ടാൽ നന്നായിരുന്നു, രക്ഷപ്പെട്ടാൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ അല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത്, അയ്യോ നിങ്ങൾ രക്ഷപ്പെടുവോ, അയ്യോ ഇവരങ്ങനെ ചെയ്യോ, അയ്യോ അയ്യോ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ഇവർക്കൊരു ഉദ്ദേശമുണ്ട്, ആ ഒരു ഉദ്ദേശത്തിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുമോ? അതിപ്പോൾ ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും നിങ്ങൾ ഏകദേശം ഒന്ന് ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കും ഈ ശത്രുസ്ഥാനത്തുള്ള വ്യക്തി. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കും. അത് ചിലപ്പോൾ വഴക്കിൻ്റെ രൂപത്തിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മനസ്സമാധാനക്കേടിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഒരു ബന്ധനം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ രൂപത്തിലായിരിക്കാം.
അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ബന്ധനസ്ഥയാക്കാം അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കാം, പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ തളച്ചിടാം എന്നാണ് ഈ ആളുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ, ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ ഒരു ചിന്ത. അതിനെന്താണ് ചെയ്യേണ്ടത്, അതിനെന്താണ്, ആരെയാണ് ഇനി സമീപിക്കേണ്ടത്? കാരണം പല രീതിയിലുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കുറേയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ കുറേയൊക്കെ വിജയിക്കാതെ പോയിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഒരു ദുഷ്ടചിന്താഗതി, ഒരു ദുഷ്ടചിന്താഗതി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ളവർ നശിച്ചു കാണുന്ന അത് ആഗ്രഹിക്കുന്നത് തന്നെ അതൊരു വൃത്തികെട്ട ചിന്താഗതിയാണ്. അപ്പൊ അതിനെതിരെ അത് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നതും അതിലേറെ ദുഷ്ടചിന്താഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കാരണം ഇവര് എന്താ പറയാ, വളരെയധികം ട്രഡീഷണലായിട്ട് നടക്കുന്നു എന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത കുത്സിത പ്രവർത്തികളൊക്കെ ചെയ്യുകയും വളരെ എന്താ പറയാ പ്യുവറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എല്ലാം വളരെയധികം പ്യൂരിറ്റി ആയിട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് പുറം ലോകത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താ പറയാ ഈ സൈക്കോപാത്തുകളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളുമാണ്. അതായത് കുത്തി നോവിക്കുക, അതിലൊരു ആനന്ദം കണ്ടെത്തുക. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിനെ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തികളെ ആയിരിക്കാം, അതിലൊരു സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ ഒരാളെ ഉപദ്രവിക്കേണ്ടത് മറ്റൊരാളിൽ കൂടി പ്രവർത്തിപ്പിക്കുന്നത് കണ്ട് അതിൻ്റെ അകത്തൊരു ആനന്ദ നിർവൃതി അടയുന്ന ഒരു കൂട്ടം സൈക്കോയായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മടല് വെട്ടി അടി കിട്ടാത്തതിൻ്റെ സുഖം. നമ്മൾ ഒരു ഗുണ്ട ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണ്ടനെ തകർക്കാൻ ഈ ലോകത്ത് വേറൊരു ഗുണ്ട ജനിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെയല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതിന് അതൊരു നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും, തിരിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടും എന്നുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷെ അത് എന്തെന്നാ പറയാ, പണ്ടുള്ളൊരു പഴഞ്ചൊല്ലില്ലേ, ആങ്ങളെ മരിച്ചാലും വേണ്ടിയില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതില്ലേ, ആ ഒരു പാത്തിൽ കൂടി പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അത് അവരുടേതായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഉദ്ദേശങ്ങൾ ജയിക്കണം. അതില് വേറെ അവർക്ക് നഷ്ടങ്ങൾ അതിൽ കൂടി എന്തൊക്കെ വരുന്നു ഒന്നുമല്ല. അവരൊരു കാര്യം ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു കാര്യം നശിക്കണം എന്ന് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഇവര് എന്തും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തും പറയാനായിട്ടും മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ചും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടും വളരെയധികം കഴിവുള്ള ഒരു ആളുകളാണിത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം എന്താ പറയാ ഈ ഒരു
കുടുക്കിയ അവസ്ഥയില്ലേ, നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ കുടുക്കിയ ഒരവസ്ഥ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഏകദേശം അതിൽ നിന്ന് റിക്കവേർഡായിട്ട് പോന്നിട്ടുണ്ട്. ഇനിയും നിങ്ങളെ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള പ്ലാനിങ് ആണ്. ഇനി നിങ്ങളെ ഏത് രീതിയിലാണ് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, ചില ജീവികൾ ഇങ്ങനെ കാടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ ഇര പിടിക്കാനായിട്ട് നോക്കൂലേ. ആ ഇര പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അന്നത്തെ ഒരു ടാർഗറ്റ് കഴിഞ്ഞു. അതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അടുത്തത് എന്താണ്, സ്പോട്ടിൽ ഇര പിടിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതിയായിട്ട് നോക്കിയിരിക്കുകയാണ് ചില ആളുകൾ. ഇപ്പൊ നിങ്ങളുടെ ശത്രുസ്ഥാനത്തുള്ള വ്യക്തികൾ പെട്ടെന്നൊരു ഇണക്കത്തിനോ അല്ല ഇനി പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സംസാരത്തിനോ അവരായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്കോ എന്തെങ്കിലും ഒരു പരിപാടികൾക്കോ ഒരു ഫോൺ കോളിന്റെ രൂപത്തിലോ മെസ്സേജിന്റെ രൂപത്തിലോ ഒന്നല്ലെങ്കിൽ ഇവരായിരിക്കാം, അല്ലെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. ഒരു സ്നേഹപരമായിട്ട് സംസാരിക്കാനായിട്ട് മുതിർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ദയവായി ഒന്നും പറയാതിരിക്കുക. കാരണം അതൊരു ഇങ്ങനെ വലവിരിക്കലില്ലേ, ആ വലവിരിക്കലിൽ പോയി പെടാതിരിക്കുക. കാരണം ഒരു സ്നേഹപരമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ ഈ ശത്രുവിനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ടാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ശത്രുസ്ഥാനത്തുള്ളവർ തന്നെ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനോ ഇപ്പോഴത്തെ കുടുംബസ്ഥിതി, ഇപ്പോഴത്തെ നിങ്ങളുടെ അടുത്ത പരിപാടികൾ, മക്കളുടെ പരിപാടികൾ, നിങ്ങളുടേതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടും വരുമാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടോട്ടലി അറിയാനും ഒരു ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഏത് തരത്തിലുള്ള പ്രവർത്തനവും ചെയ്യുന്ന ആളുകളാണ്. അത് ശരിയെന്നോ തെറ്റെന്നോ ഒന്നുമില്ല. ഏതഴുക്ക് ചാലിലും ചവിട്ടാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോ സ്നേഹപരമായിട്ട് പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക. കാരണം ഇവർക്ക് പെട്ടെന്ന് അഴുക്ക് ചാലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് രൂപമാറ്റം വരുത്തി പെട്ടെന്ന് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവും മറ്റുള്ളവരെ പറഞ്ഞ് മയക്കി അവരാണ് ശരി എന്ന് വരുത്തി തീർക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ നമ്മളിപ്പോ അയ്യോ എന്നോട് ഒരു സ്നേഹം കാണിച്ചല്ലോ, നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിച്ച് ആര് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ അലിഞ്ഞില്ലാണ്ടാവും. അപ്പൊ ഞാൻ ഇത്രയും നാൾ അങ്ങനെയല്ല കരുതിയ, പോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ സാരയില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി നല്ല രീതിയിലൊക്കെ പോവാം. പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പരിപാടിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്നൊരു സ്നേഹം കാണുമ്പോൾ നിങ്ങൾ ആരോടാണോ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു കോപം അല്ലെങ്കിൽ ഒരു വെറുപ്പ്, ആ ഒരു ബുദ്ധിമുട്ടലുകൾ അലിഞ്ഞില്ലാണ്ടാവും. മനസ്സിലായോ? പക്ഷെ അത് നിങ്ങൾക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. എല്ലാം അവരുടെ അടുത്ത് പറയുകയോ അവരായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് പറയുമ്പോഴാണ് ഇതൊരു പണിയല്ല, അത് വമ്പൻ പരിപാടിയായിരുന്നു വരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനത്തെ ഉള്ള ഒരു പരിപാടി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മളുടെ ഇൻഫോർമേഷൻസ് ശത്രുവിൻ്റെ അടുത്തോട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ കൂടെ നിന്ന് തന്നെ എല്ലാ പരിപാടികളും വാച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് തന്നെ അതിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്. ഇവിടെ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുക. കാരണം ഇത് വരുന്നത് ഒരു സ്നേഹമയമായിട്ടാണ്, സ്നേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് വളഞ്ഞു വരുന്നത്. പല അടവും പ്രയോഗിച്ചു, ഇനി സ്നേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആണ് വരുന്നത്. അപ്പം അതൊന്ന് സൂക്ഷിച്ചിരിക്കുക. കാരണം നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും നല്ലവരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ അതേ രീതിയിൽ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആളുകളും നിങ്ങളെയും വിചാരിക്കുന്നത്. അതൊന്നും അങ്ങനെയൊന്നും അല്ല. കാരണം അങ്ങനെയൊക്കെ പോയി നിങ്ങൾ കുറേ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന കുറേ ആളുകൾ അങ്ങനെ പണി മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ല. പക്ഷേ നിങ്ങളുടെ ശത്രു കാണിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും നമ്മൾക്ക് കാണിക്കണ്ട. അവർക്കുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫാദർ പറയുന്നതാണ് എപ്പോഴും, അതായത് 4 വശത്തു നിന്നുള്ള ഒരു വടിയല്ലേ തടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ മുകളിൽ നിന്നുള്ള ഒരു വടി വരുമല്ലോ, അപ്പം അത് തടുക്കാനായിട്ടുള്ള ഇത് അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം അതിനുള്ളൊരു കാര്യം കൊടുത്തോളും. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടണ്ട. പക്ഷെ ഇതാണ് അടുത്ത ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം. ഓക്കെ, എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോവുക. കാരണം ആളുകളെ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് നിൽക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.